നമസ്കാരം, സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഒരു സിം കാർഡ് നമ്മൾ റീചാർജ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വരെ ആ സിം കട്ടാകാതെ കിടക്കും, അല്ലെങ്കിൽ എത്ര നാളിന് ശേഷമാണ് ഈ സിം പൂർണ്ണമായിട്ടും കട്ടായി പോകുന്നതെന്നാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മളൊരു സിം ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ഇൻകമിംഗ് ഫെസിലിറ്റി അതിൽ നിന്ന് കട്ടാകുകയാണ്. അതിനുശേഷം ആ സിം കാർഡ് ഉണ്ടാവും, പക്ഷെ നമുക്ക് റീചാർജ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിന് ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിം വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ ഒരു സമയം കഴിഞ്ഞാൽ ഈ സിം പൂർണ്ണമായിട്ടും കട്ടായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ഒരു ചെറിയൊരു ഗ്രേസ് പീരീഡ് ലഭിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്ത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അത് എത്ര സമയമാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു വാലിഡിറ്റി റീചാർജ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കുന്നു. ആ വാലിഡിറ്റി, സിമ്മിൻ്റെ വാലിഡിറ്റി തീർന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇൻകമിംഗ് ഫെസിലിറ്റി അവർ കട്ട് ചെയ്യും. പക്ഷേ ആ സിം നമുക്ക് റീചാർജ് ചെയ്തെടുത്താൽ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ 90 ദിവസം വരെ ആ സിം നമുക്ക് റീചാർജ് ചെയ്താൽ ഉപയോഗിക്കാൻ അവസ്ഥയിൽ തുടരും. ട്രായുടെ പുതിയ നിബന്ധന അനുസരിച്ച് 90 ദിവസങ്ങളിലും യാതൊരു തരത്തിലുള്ള റീചാർജുകളും ഇല്ലാത്ത സിമ്മുകൾ ഇനാക്റ്റീവായിട്ട് കണക്കാക്കിക്കൊണ്ട് ആ സിമ്മിൻ്റെ നെറ്റ്വർക്ക് സേവനം കട്ട് ചെയ്യാൻ വേണ്ടി മൊബൈൽ പ്രൊവൈഡേഴ്സിന് സാധിക്കും. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിം കാർഡ് റീചാർജ് ചെയ്യാതിരിക്കുകയാണ്, അതിൻ്റെ വാലിഡിറ്റി തീർന്നിട്ടുള്ള 90 ദിവസം, വാലിഡിറ്റി തീർന്ന ശേഷമുള്ള 90 ദിവസത്തിനകത്ത് വീണ്ടും റീചാർജ് ചെയ്യുകയാണെങ്കിൽ ആ സിം കാർഡ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഈ 90 ദിവസം കഴിയുമ്പോഴേക്കും സിം കാർഡിന് നെറ്റ്വർക്ക് കട്ടാകുന്നു. അങ്ങനെ നെറ്റ്വർക്ക് കട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച കൂടി സമയം നമുക്ക് ഗ്രേസ് പീരീഡ് ലഭിക്കും. ആ ഒരു സമയത്ത് പോയിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് സിം കാർഡ് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആ ഒരു സമയം കൂടെ കഴിഞ്ഞാൽ ഈ സിം കാർഡ് നമുക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു സിം കാർഡ് റീറ്റേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുരുങ്ങിയത് 90 ദിവസത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഒരു റീചാർജ് ചെയ്തിരിക്കും.